ജെറുസലേം ദേവാലയവും ആചാരാനുഷ്ഠാനങ്ങളും യാഗങ്ങളുമൊക്കെ മോശ ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ചതാണ്. ഏത് ജനങ്ങൾക്ക്? ഈജിപ്തിൽ ജീവിച്ചിരുന്ന സമയത്ത് അവരൊരു നിയമവ്യവസ്ഥയിലായിരുന്നു. അവർ ഭരിക്കാനായിട്ടൊരു ഭരണകൂടം ഉണ്ടായിരുന്നു. പക്ഷേ ഈജിപ്തിൽ നിന്ന് അവർ സ്വതന്ത്രരായി മറ്റൊരു രാജ്യത്തിൽ വരുമ്പോൾ അവിടെ അവർക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു നിയമവ്യവസ്ഥ വേണം. ഇല്ലെങ്കിൽ അവർ കുത്തഴിഞ്ഞ ജീവിതമായി പോകും. അപ്പോൾ അവരെ ഭരിക്കാനായിട്ട് ആരുമില്ല, ദൈവമല്ലാതെ മറ്റാരുമില്ല. അപ്പോൾ പലപ്പോഴും ദൈവത്തെ നേരിട്ട് കേൾക്കാനും ദൈവത്തിൽ നിന്ന് നേരിട്ട് പ്രാപിക്കാനുമായിട്ട് പ്രാപ്തരല്ലാത്ത ജനം അവർക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ജീവിതക്രമം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മോശൈക നിയമങ്ങൾ, നിയമാവലികൾ, ചട്ടവട്ടങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ മോശ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഒരാളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിനെ കറക്റ്റ് ചെയ്യണം, ആ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യണം. അപ്പോൾ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമാവലികൾ, നമുക്കിപ്പോൾ ഭാരതത്തിലും നമുക്ക് നിയമാവലികളുണ്ട്. ഡോക്ടർ അംബേദ്കർ എഴുതി തന്ന ആ ഭരണഘടന ഉൾപ്പെടെയുള്ള നിയമാവലികളുണ്ട്. അതുപോലെ മോശ എഴുതിക്കൊടുത്ത ആ ഇസ്രായേൽ ജനങ്ങൾക്ക് മോശ നൽകിയ നിയമാവലികളും ജീവിതക്രമങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും കൂടെ ചേർന്നതാണ് മോശൈക ന്യായപ്രമാണമെന്ന് പറയുന്നത്. അപ്പോൾ ആ കൊടുത്തിരിക്കുന്ന നിയമാവലികൾ തെറ്റിച്ചു കഴിഞ്ഞാൽ അവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കണം. അവരതിൽ നിന്ന് കറക്റ്റ് ചെയ്ത് തിരിച്ച് നേരായ വഴിയിൽ കൊണ്ടുവരണം. അപ്പോൾ അതിനൊരു സംവിധാനം വേണം. അതിന് വേണ്ടിയിട്ടാണ് അന്ന് ദേവാലയവും പൗരോഹിത്യവും ഒക്കെ മോശ സ്ഥാപിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ബൈബിളിൽ കാണുന്ന മോശൈക നിയമവും നിയമവ്യവസ്ഥയും പൗരോഹിത്യവും ദേവാലയങ്ങളും യാഗങ്ങളുമെല്ലാം ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം കൊടുത്ത ഒരു കാര്യമാണ്. പക്ഷെ അബ്രഹാമിന് മുന്നേ, അബ്രഹാമിൽ നിന്നാണല്ലോ ആ ഇസ്രായേൽ പാരമ്പര്യം തുടങ്ങുന്നത്. പക്ഷെ അബ്രഹാമിന് മുന്നേ ഒരു ദൈവിക പൗരത്വം ഉണ്ടായിരുന്നു. അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അബ്രഹാം ജീവിച്ചിരുന്ന സമയത്ത് അബ്രഹാം ദശാംശം കൊടുത്ത, ആദരിച്ച ഒരു ശാലോം രാജാവ് എന്നൊക്കെ ബൈബിളിൽ പറയുന്ന മൽക്കീസദേക്ക് എന്ന് പറയുന്ന ഒരു പൗരോഹിത്യം വഹിക്കുന്ന പുരോഹിതനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പോൾ മൽക്കീസദേക്ക് രാജാവാണ്, ഒപ്പം പുരോഹിതനുമാണ്. പക്ഷേ ഈ മൽക്കീസദേക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടെ നമ്മൾ ആധികാരികമായി ചിന്തിച്ചാൽ അതൊരു പദവിയാണ്, ഒരു പൊസിഷനാണ്. നമ്മൾ വ്യക്തിയായിട്ട് ബൈബിൾ പറയുന്നുണ്ടെങ്കിലും അതൊരു പൊസിഷനാണ്. അപ്പോൾ ബൈബിളിനകത്ത്, എസ്പെഷ്യലി ഹീബ്രുവിനകത്ത്, എബ്രായറിനകത്ത് പറയുന്നുണ്ട്, ഈ മൽക്കീസദേക്ക് എന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പനില്ല, അമ്മയില്ല, ആദിയില്ല, അന്തമില്ല. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു പൗരോഹിത്യമാണ് ഈ മൽക്കീസദേക്കിൻ്റേത്. ആരും ചാർത്തിക്കൊടുത്തതല്ല, അത് ദൈവീകമാണ്. ഈ ശാലോം രാജാവെന്ന് പറയുമ്പോഴും ഒരു പ്രാദേശികമായിട്ടുള്ള പ്രദേശത്തിൻ്റെ രാജാവല്ല അദ്ദേഹം. നീതിയുടെ രാജാവ്, സമാധാനത്തിൻ്റെ രാജാവ്, അങ്ങനെയൊക്കെയുള്ള ദൈവിക മൂലകങ്ങളുടെ രാജാവായിട്ടാണ് അദ്ദേഹത്തെ വെച്ചേക്കുന്നത്. സോ രാജാവെന്ന് പറയുന്നതും ഒരു പ്രാദേശികമായ രാജാവല്ല അദ്ദേഹം, അത് ആ ആദർശങ്ങളുടെ, ദൈവിക മൂലകങ്ങളുടെ രാജാവാണ്. ഒപ്പം തന്നെ പൗരോഹിത്യമുണ്ട് അദ്ദേഹത്തിന്. പക്ഷേ ആ പുരോഹിതൻ എന്ന് പറയുന്ന ആ പദവി ശരിക്കും കുറച്ച് ജനങ്ങളെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, കണ്ണിൽ പൊടിയിട്ട് പരിപാടികളും കാണിക്കാനായിട്ടുള്ള പൗരോഹിത്യമല്ല, ദൈവത്തിൻ്റെ പുരോഹിതനാണ്. സോ ഈ രീതിയിലുള്ളൊരു പൗരോഹിത്യം ബൈബിളിൽ മറ്റൊന്നുണ്ട്. അപ്പോൾ ലേവ്യ പൗരോഹിത്യം മോശ ഇസ്രായേൽ ജനങ്ങൾക്ക് മാത്രമായി സ്ഥാപിച്ചു കൊടുത്തതാണ്, അവരുടെ ക്രമസമാധാനമായ ജീവിതം നിലനിർത്തി കൊണ്ടുപോകാൻ. പക്ഷേ ഇപ്പുറത്ത് ബൈബിളിനകത്ത് ഒരു നിത്യ പൗരോഹിത്യം, ജനങ്ങളാലല്ല ദൈവത്താൽ വന്ന ഒരു പൗരോഹിത്യം. ഫൈൻ. സോ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനായിരുന്നു ജീസസ് എന്നാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കണം, ബൈബിൾ പറയുന്ന മറ്റേ പൗരോഹിത്യം ലേവ്യ ഗോത്രത്തിനകത്തുള്ള പൗരോഹിത്യമാണ്. ലേവ്യരെല്ലാം പൗരോഹിത്യ ആ വൃന്ദത്തിനകത്ത്, അല്ലെങ്കിൽ പൗരോഹിത്യ ഫാമിലി ആയിട്ടാണ് ലേവ്യരെ വെച്ചേക്കുന്നത്. ലേവ്യ ഗോത്രത്തിലല്ലാത്ത ഒരു വ്യക്തിക്ക് പൗരോഹിത്യത്തിലേക്ക് വരാൻ പറ്റില്ല. അതാണ് മോശൈക നിയമം. പക്ഷേ ജീസസ് യഹൂദ ഗോത്രത്തിലാണ് ജനിച്ചത്. പക്ഷേ ജീസസിനകത്തുള്ള പൗരോഹിത്യം മോശ സ്ഥാപിച്ച വ്യവസ്ഥായികമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളിലുള്ള ആ ഒരു താൽക്കാലികമായിട്ടുള്ള പൗരോഹിത്യമല്ല ജീസസിനുണ്ടായിരുന്നത്. മെൽക്കീസദേക്കിൽ നിന്ന് ഇൻഹെറിറ്റഡായി വന്ന ദൈവീക പൗരോഹിത്യമാണ് ജീസസിൻ്റെ പൗരോഹിത്യം. ഒപ്പം തന്നെ ജീസസ് രാജാവുമാണ്. ഒരു പ്രാദേശികമായ ഭാഗത്തെ രാജാവായിട്ടല്ല, നീതിയുടെയും സമാധാനത്തിൻ്റെയും രാജാവാണ് എന്നുള്ള രീതിയിലാണ് ആ രാജകീയത്വവും വരുന്നത്. സോ ഈ രണ്ട് കാര്യവും ജീസസിനകത്ത് ഇൻബിൽട്ടായി.
അത് ജനങ്ങൾ ചാർത്തി കൊടുത്തതല്ല. സെയിം വേ ഇന്ന് ഞാൻ നിൽക്കുന്നത്, ഒരു സമയത്ത് ഞാൻ അനുഭവിച്ച, ഞാൻ ആസ്വദിച്ച ദൈവിക മർമ്മങ്ങളെയും ദൈവിക ആസ്വാദനത്തെയും അതൊക്കെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനായിട്ടുള്ളൊരു പൊസിഷന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഒരു മതത്തിൻ്റെ പൗരോഹിത്യത്തിനകത്തേക്ക് വന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പറയുന്ന ആത്മീക സത്യങ്ങളെയും ഞാൻ പറയുന്ന ആത്മീക ആസ്വാദനത്തെയും ആർക്കും വേണ്ട. ഏതുപോലെ അന്ന് ജീസസ് വന്ന സമയത്ത് മതവക്താക്കൾ, ഒരു പുരോഹിതനും ജീസസിൻ്റെ ആദർശങ്ങൾ സ്വീകരിച്ചില്ല, ആ ലൈഫ് സ്റ്റൈൽ സ്വീകരിച്ചില്ല. അന്നുള്ള മതവക്താക്കൾ ആരും, മതത്തിൻ്റെ ലീഡേഴ്സ് ആരും, ഒരു ശാസ്ത്രിയോ അല്ലെങ്കിൽ ഒരു പരീശനോ അല്ലെങ്കിൽ സദൂക്യനോ ഇങ്ങനെ പറയുന്ന മതത്തിൻ്റെ വക്താക്കൾ ആരും ജീസസിൻ്റെ ടീച്ചിങ് സ്വീകരിച്ചില്ല, നിരാകരിച്ചു. ജീസസ് പറഞ്ഞു കൊടുക്കുന്ന ആ ആത്മീകമായിട്ടുള്ള കൾച്ചറിലുള്ള ഒരു ആത്മജീവിതം അവർക്ക് ആർക്കും വേണ്ടായിരുന്നു. അവർക്ക് മതം മതി. സോ ജീസസിൻ്റെ ആദർശങ്ങളെ സ്വീകരിച്ചത് ഡിസൈപ്പിൾസ് മാത്രമാണ്. സോ ഇതുപോലെ ഞാനും ഈ ജീസസിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള ആത്മീക അനുഭവങ്ങളും ആസ്വാദനവും എനിക്കും ലഭിച്ചപ്പോൾ ഇതിനെ ഒന്ന് മറ്റുള്ളവരിലേക്ക് പകരാനാണ് ഞാൻ ആദ്യം ഒരു പ്രീസ്റ്റ്ഹുഡിലേക്ക് വരുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് അതല്ല ആവശ്യം. ജനങ്ങൾക്ക് കേവലം മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ മതി, അധികാരങ്ങൾ മതി, മതം കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ മതി. ജീസസ് ക്രൈസ്റ്റിലൂടെ ദൈവം ആഗ്രഹിച്ച സത്യമോ അല്ലെങ്കിൽ ജനങ്ങൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ച സത്യമൊന്നും ജനങ്ങൾക്ക് വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പ്രീസ്റ്റ്ഹുഡിനകത്തുനിന്ന് മാറി. മറിച്ച് ആ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് അത് വേണ്ടാത്തതുകൊണ്ട് കുറച്ചുകൂടി ബ്രോഡായിട്ട് ആ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുതലും ആ ദൈവികമായിട്ടുള്ള ജീവിത ശൈലിയുമൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ മതത്തിൽ നിന്ന് പുറത്തു വന്നത്. പക്ഷേ ഞാൻ ഇന്ന് നിൽക്കുന്നത് പൗരോഹിത്യത്തിൽ തന്നെയാണ്. ഏത് പൗരോഹിത്യം? ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള പൗരോഹിത്യമല്ല, മാനുഷികമായിട്ടുള്ളൊരു സംഘടനയുടെ പൗരോഹിത്യമല്ല. ഞാൻ ഇന്ന് നിൽക്കുന്ന പൗരോഹിത്യത്തിൻ്റെ ശരിക്കുമുള്ള ചാനൽ ദൈവീകമാണ്. മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം, ജീസസ് ക്രൈസ്റ്റിൻ്റെ ക്രമപ്രകാരം ആ ദൈവം വച്ചിരിക്കുന്ന അധികാരത്തിൻ്റെ ശുശ്രൂഷ, ആ ദൈവം വച്ചിരിക്കുന്ന ശരിയായിട്ടുള്ള ദൈവ പദ്ധതിയുടെ ശുശ്രൂഷ ചെയ്യുന്ന ദൈവീക പൗരോഹിത്യത്തിൻ്റെ കീഴെയാണ് ഞാനിന്ന് നിൽക്കുന്നത്. മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം. അതിനകത്ത് നീ ആരാടാ എന്ന് ചോദിക്കാൻ, നിന്നെ ആരാടാ പൗരോഹിത്യത്തിലേക്ക് കൊണ്ടുവന്നത് ചോദിക്കാൻ മനുഷ്യൻ അധികാരമില്ലാത്ത മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള ദൈവിക പൗരോഹിത്യത്തിനകത്താണ് ഞാനെന്ന് നിൽക്കുന്നത്. അപ്പോൾ ആരെങ്കിലും നിന്നെ ആരാടാ പുരോഹിതനാക്കിയതെന്ന് ചോദിക്കുകയാണെങ്കിൽ യു ആർ ആസ്കിങ് ടു ഗോഡ്. കാരണം എൻ്റെ അധികാരം ഇന്ന് മാനുഷിക സംഘടനകളിൽ നിന്നോ മനുഷ്യനിൽ നിന്നോ അല്ല, അത് ദൈവിക അധികാരത്തിൽ നിന്ന്, ദൈവിക അപ്പോയിൻമെൻറ്റിൽ നിന്ന്, ദൈവിക അനോയിൻറ്റിങ്ങിൽ നിന്നാണ് ഞാൻ ഇന്ന് ആധികാരികതയോടുകൂടെ ചില കാര്യങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. സോ ആരാടാ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടത് അങ്ങോട്ടാണ്, എന്നോടല്ല. സോ ഐ ആം റെപ്രസെൻറ്റേറ്റിംഗ് ദ ഹെവൻലി കിങ്ഡം. ദൈവത്തിൻ്റെ അനോയിൻറ്റിങ്ങിലോടുകൂടെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയിലുമാണ് ഞാനിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആർക്കെങ്കിലും എൻ്റെ ആധികാരികതയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ഹിം. ഫൈൻ. അപ്പോൾ ജീസസിനോട് അന്ന് ഇതുപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചു, നിന്നെ ആരാടാ അധികാരപ്പെടുത്തിയത്? നീ ആരാടാ? ഞങ്ങൾക്ക് മോശ നൽകിയ 10 കൽപ്പനകളെ മാറ്റി 2 കൽപ്പന നിനക്ക് തരാൻ നീ ആരാടാ? നിന്നെ അധികാരപ്പെടുത്തിയെന്നൊക്കെ അന്ന് പൗരോഹിത്യത്തിൽ നിൽക്കുന്നവരും മതവക്താക്കളും ജീസസിനോടും ചോദിച്ചു. പല ഉപദേശങ്ങളും കൊടുക്കുമ്പോൾ നീ ആരാടാ എന്ന് യേശുവിനോട് ചോദിച്ചു. മോശിക കൽപ്പനകളിലുള്ള പലതിനെയും ലംഘിച്ചുകൊണ്ട്, പലതിനെയും നിഷ്പ്രമമാക്കിക്കൊണ്ട് ജീസസിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ, പറഞ്ഞപ്പോൾ, പ്രവർത്തിച്ചപ്പോൾ പൗരോഹിത്യവും മതവും ചോദിച്ചു, നീ ആരാടാ? സോ ഇതേ കാര്യം തന്നെയാണ് ഇന്ന് ക്രിസ്ത്യാനികൾ എന്നോടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ആരാടാ? നീ ബൈബിൾ പഠിച്ചിട്ടുണ്ടോ? നീ അത് പഠിച്ചിട്ടുണ്ടോ? ഇത് പഠിച്ചിട്ടുണ്ടോ? നിന്നെ ആര് പുരോഹിതനാക്കി? നിനക്കാര് കുപ്പായം തന്നു? കാരണം ഞാൻ നിങ്ങളോട് ഇതിന് റിപ്ലൈ പറയാൻ കടപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ നിൽക്കുന്നത് ആ അതോറിറ്റിയിലാണ്. ഓക്കെ. സോ ഞാൻ പറഞ്ഞു വന്നത്, പൗരോഹിത്യം എന്ന് പറയുന്നത് മാനുഷികമായുമുണ്ട്, ദൈവികമായുമുണ്ട്. സോ ഞാൻ ഇന്ന് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ക്രിസ്ത്യാനികളെ അല്ല, ഞാനിന്ന് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ജനങ്ങളെയാണ്. എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ് ഞാനത് സംസാരിക്കുന്നത്. സോ ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ ജനങ്ങൾക്ക് മതമില്ല, ജാതിയില്ല, വർണ്ണമില്ല, വിവേചനമൊന്നും ദൈവം വെച്ചിട്ടില്ല. എല്ലാവർക്കും സൂര്യനെ കൊടുക്കുന്ന ദൈവം, എല്ലാവർക്കും ജലം കൊടുക്കുന്ന ദൈവം, എല്ലാവർക്കും ഓക്സിജൻ കൊടുക്കുന്ന ദൈവം, എല്ലാവർക്കും ഈ ഭൂമിയെ നൽകിയിരിക്കുന്ന ദൈവം. സോ എല്ലാവർക്കും എല്ലാം ദൈവം ഒരുപോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എല്ലാവരെയും ദൈവം കാണുന്നത് ഒരേ ലെൻസിലൂടെ തന്നെയാണ്. അങ്ങനെ എല്ലാവരെയും ഒരേ ലെൻസിലൂടെ കാണുകയും എല്ലാവർക്കും ആ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാനൊന്ന് പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. സോ ഞാൻ പറയാമെന്ന് ഇത്രയേ ഉള്ളൂ.
ഞാൻ ഇനിയും ഫാദർ മനോജ് എന്ന് തന്നെ അറിയപ്പെടും, പ്രീസ്റ്റ് മനോജ് എന്ന് തന്നെ അറിയപ്പെടും. അത് ഏതെങ്കിലും മാനുഷിക സംഘടനയുടെ പ്രീസ്റ്റ്ഹുഡ് അല്ല, ഇറ്റ്സ് ഫ്രം ഹെവൻ, മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം. സോ ആ പൗരോഹിത്യത്തെക്കുറിച്ച് വളരെ ആധികാരികതയോടുകൂടെ ഞാൻ എൻ്റെ അടുത്ത ലക്കത്തിനകത്ത് എഴുതുന്നുണ്ട്. അത് പുറത്തു വരുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ അതിൻ്റെ ആധികാരികതയും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും.